കണ്ണൂർ അഴീക്കലിനടുത്ത് പുറംകടലിൽ കത്തിയ സിംഗപ്പൂർ കപ്പലിന്റെ സേഫ്റ്റി ബോട്ടിന് പുറമെ ടാങ്കറും ആലപ്പുഴ തീരത്തടിഞ്ഞു. അമ്പലപ്പുഴ വളഞ്ഞ വഴി കടപ്പുറത്താണ് ടാങ്കർ അടിഞ്ഞത്. ഇത് ഗ്യാസ് ടാങ്കർ ആണെന്ന സംശയത്തെ തുടർന്ന് പോലീസ് അവിടെ നിന്ന് ആളുകളെ മാറ്റുന്നുണ്ട്. നമ്മളിതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കപ്പലിലുള്ള നമ്മുടെ തന്നെ പ്രദേശത്ത് ഒരാൾക്ക് അയച്ചു കൊടുത്തപ്പോൾ കപ്പലിനുള്ളിലെ തന്നെ ഗ്യാസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്യാസ് ടാങ്കർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും വന്നിട്ടുണ്ട്. കളക്ടർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് കടലിൽ വെച്ച് തന്നെ നിർജ്ജീവമാക്കാന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ എന്തുവാണ് ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ആ ടാങ്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടെട്രാപോളിൽ അടിച്ച് അത് ചിലപ്പോൾ അതിന് ഹോള് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഏതായാലും എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 100 മീറ്റർ അതിർത്തിയിൽ നിൽക്കുന്നവരെല്ലാം പോലീസ് വന്ന് എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടർ ഉടനെ തന്നെ എത്തിച്ചേരും. അതിനുശേഷം ബാക്കിയുള്ളവരുമായിട്ട് കൂടിയാലോചിച്ച് ബാക്കി തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഒരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ അതോ ആളുകളെ കൃത്യമായിട്ട് ഒരു ജാഗ്രതയോടെ അവിടെ നിന്ന് മാറ്റുന്നു എന്നതേ ഉള്ളൂ? ശ്രീജ, പോലീസ് എത്തി ആ പ്രദേശത്ത് നിന്ന്, അതായത് ഇത് ഈ ടാങ്കറിനോട് ചേർന്നുള്ള ആളുകളെ മാറ്റുന്ന സാഹചര്യമാണ് ഉള്ളത്. കാരണം കൃത്യമായൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒപ്പം തന്നെ ഇന്റർനാഷണൽ ടാങ്കർ ഫെഡറേഷൻ ഓഫ് ന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ഈ ടാങ്കറുകൾ 18-16 തീയതികളോടുകൂടി ആലപ്പുഴയുടെ തീരങ്ങളിലേക്ക് അടിയാൻ സാധ്യതയുണ്ട് എന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി പുറത്തേക്ക് വന്നിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്നലെ ഒരു സേഫ്റ്റി ബോർഡ് ആണ് പുറക്കാട് ഭാഗത്ത് അടിഞ്ഞത്. അത് പിന്നീട് അത് ടൈ ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെയാണ് അത്തരത്തിലൊരു സേഫ്റ്റി ബോട്ട്, ഓറഞ്ച് നിറത്തോടു കൂടിയ ഒരു സേഫ്റ്റി ബോട്ട് അടിഞ്ഞത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഒരു ടാങ്കർ വന്നിട്ടുള്ളത്. അത് വളഞ്ഞവഴി ഭാഗത്ത് കല്ലിൽ ഉറച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ തിര അടിക്കുന്നതനുസരിച്ച് ഇത് ഇളകി മാറുകയും പിന്നീട് വന്ന് കല്ലിലേക്ക് അടിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഇരുമ്പ് ബാറുകൾ ഘടിപ്പിച്ച രീതിയിൽ അതിനുള്ളിൽ ഉള്ള നിലയിലാണ് ഈ കണ്ടെയ്നറിന്റെ ഈ ടാങ്കറിന്റെ ഭാഗം ഉള്ളത്. ഒപ്പം തന്നെ അതിനകത്ത് ഒരു മീറ്റർ കാണിക്കുന്നുണ്ട്. ആ മീറ്ററിനകത്ത് 0 ആണ് കാണിച്ചിരിക്കുന്നത്. വാതകം നിറച്ച ഇത്തരത്തിൽ ടാങ്കറിന്റെ വാതകം നിറച്ച ഭാഗമാണ് അത് ഉള്ളത്. ഇത്തരത്തിൽ ക്യാപ്സ്യൂൾ മാതൃകയിലുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ അടിഞ്ഞിട്ടുള്ളത്. അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി ഭാഗത്തു നിന്നുള്ള ആളുകളെ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ആദ്യത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നറുകൾ ആലപ്പുഴയുടെ തീരത്ത് എത്തിയിരുന്നു. ഇപ്പോൾ വാൻഹായ് 503 എന്ന കപ്പലിന്റെ നിന്നുള്ളതാണ് ഇത് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്കാണ് പോലീസും ജില്ലാ ഭരണകൂടവും അത്തരം ഒരു വിലയിരുത്തലിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇതിപ്പോ ടൈ ചെയ്ത് മാറ്റുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത്തരത്തിൽ വാതകങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വാതകങ്ങൾ അടക്കം ഉണ്ടാകുമെന്നൊക്കെയുള്ള നേരത്തെ തന്നെയുള്ള നിർദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് ആ ഒരു നിയന്ത്രിതമായ ഒരു അകലം ആളുകളെ കൊണ്ട് പാലിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ 6:30 കൂടിയാണ് ഇത് തീരദേശ മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. അവർ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ മറ്റു വിദഗ്ധ സംഘങ്ങൾ അടക്കമുള്ള ആളുകൾ എത്തി പരിശോധന നടത്തണം. മുമ്പും ഇതുപോലെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തി സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇത് മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള പരിശോധനകൾ അടക്കം ഇതിനകത്ത് നടത്തേണ്ടതായുണ്ട്. ശ്രീജ. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. എറണാകുളം പറവൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ കാണാതായി. വാണിയക്കാട് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ നിന്നാണ് 3